ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എല്ലാം മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ പുലി വരുന്നേ എന്ന് പറഞ്ഞ് അവസാനം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. മിക്കവാറും നാളെ ആയിരിക്കും, അതായത് 22-ാം തീയതി ആയിരിക്കും RRBകളുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കുക. ഇന്നിപ്പോൾ ടെലഗ്രാം ചാനലുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്താനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, വേക്കൻസീസ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഒരു വീഡിയോ കൊണ്ട് മാത്രം നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. സോ ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ NTPCക്കും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും എല്ലാത്തിനും ചെയ്ത പോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലൊരു സീരീസ് ഓഫ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന ദിവസം തന്നെ പോയി ചാടി കയറി അപ്ലൈ ചെയ്യരുത്. നമ്മൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി, ആ പോസ്റ്റിന്റെ നേച്ചർ മനസ്സിലാക്കി, ആ നേച്ചറിലുള്ള പോസ്റ്റുകൾ ഏതൊക്കെ സോണിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി 2 ദിവസം മുന്നേ ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ അത് ലഭ്യമാണ്. അത് ആദ്യം പോയി കാണുക. രണ്ടാമത് ഞാൻ എന്താണ് പറഞ്ഞത്, അങ്ങനെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ പോസ്റ്റുകൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. പോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പോസ്റ്റുകളുടെ നേച്ചർ, ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കോ, ഫീൽഡ് ഡ്യൂട്ടി ആയിരിക്കോ, അത് ആർക്കൊക്കെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സോൺ അനാലിസിസ് നടത്തും. എന്താണ് സോൺ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RRBയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് സോൺ വൈസ് ആയിരിക്കും വേക്കൻസീസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ വേക്കൻസീസിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏത് സോണിലാണ് അവിടെ ഒഴിവ് കൂടുതലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ടിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 2 വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ 2-3 ദിവസത്തിനകത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, അതിനുശേഷം ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കും. ഈ 3 വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചാടി കയറി അപ്ലൈ ചെയ്യരുത്. അപ്പോൾ പോസ്റ്റിന്റെ വീഡിയോ ഉണ്ടാവും, സോണിന്റെ വീഡിയോ ഉണ്ടാവും, ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ ഉണ്ടാവും. ഈ 3 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്യാനിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, RRBയുടെ എല്ലാ എക്സാംസിനും എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത് എന്നുള്ളത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, മാൻഡേറ്ററി ഡോക്യുമെന്റ്സ്, RRBയുടെ ഏതൊരു എക്സാമിനും ആവശ്യമായിട്ടുള്ള മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് എന്നുള്ളതിനും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും പോയി കാണുക. അപ്പോൾ ഇത് 2 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോസ് ആണ്. കാണാത്തവർ ഈ 2 വീഡിയോസ് ആദ്യം കാണുക. നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിനുശേഷം പോസ്റ്റുകളുടെ നേച്ചർ നമ്മൾ പറയും, വേക്കൻസീസ് ഏതൊക്കെ സോണിലാണെന്ന് പറയും. ഇത്രയും വീഡിയോസ് മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയും. അതിനുശേഷം പരമാവധി കുട്ടികൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ചാടിക്കയറി അപ്ലൈ ചെയ്തതിന് ശേഷം അയ്യോ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് പിന്നെ ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഗ്രൂപ്പ് ഡി എക്സാമിന്റെ സാധ്യതകൾ നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെ ജോലികളിലേക്കാണ് ഈ എക്സാമിലൂടെ വിളിക്കുന്നത് എന്നുള്ളത്, ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, എന്ന് തൊട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, എത്ര സ്റ്റേജുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്, ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ട സിലബസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡേറ്റുകളും നമ്മൾ കവർ ചെയ്യും. വേക്കൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. എക്സാമിനേഷന്റെ ഫീസ് എത്രയാണെന്നുള്ളതും എത്ര ഘട്ടങ്ങളിലായിട്ടാണെന്നും ഏത് സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. നോട്ടിഫിക്കേഷൻ പുറത്ത് വരുന്ന മാത്രമല്ല നിങ്ങൾക്ക് ഒന്നാമത്തെ പേജിനകത്ത് തന്നെ ഈ ഒരു ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് 22/1/2025 ആണ്. RRBയുടെ വെബ്സൈറ്റുകളിൽ 22/1/2025 ഈ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും എന്നാണ് പറയുന്നത്.
23/1/2025 നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. 23/1/2025 എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്? 22/2/2025 ഫെബ്രുവരി മാസം 22-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് 22/2/2025 ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ദിവസം കൂടെ ഫീസ് അടയ്ക്കാനുള്ള ദിവസം അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താണുള്ളത്? ഡേറ്റ് ആൻഡ് ടൈം ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ. മോഡിഫിക്കേഷൻ വിൻഡോയ്ക്ക് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ വിൻഡോയിൽ നിങ്ങളുടെ ഡേറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 25/2/2025 തൊട്ട് 6/3/2025 വരെയുള്ള ഡേറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡിഫിക്കേഷൻ വരുത്താം. പക്ഷെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താനുള്ള കാര്യമാണ്. അതിന് എന്തുണ്ട്? ഒരു മോഡിഫിക്കേഷൻ ഫീ ഉണ്ട്. ഒരു എക്സ്ട്രാ പൈസ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ചുവന്ന മഷിയിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ആൻഡ് ചോസൻ റെയിൽവേ ക്യാൻ നോട്ട് ബി മോഡിഫൈഡ്. നിങ്ങൾ ചാടിക്കേറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് RRBയിൽ ഏതൊരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് വേണം? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. SSCക്കൊക്കെ ഇപ്പൊ അതുപോലെ തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ RRBയിലും എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ഫില്ല് ചെയ്യുന്ന ഡാറ്റകളോ നിങ്ങൾ ഏത് റെയിൽവേ ഏത് RRB സെലക്ട് ചെയ്യുന്നു എന്നുള്ളതോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മോഡിഫിക്കേഷൻ ഫീ കൊടുത്താലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ്, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒഴിവുകൾ നോക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നോട്ടിഫിക്കേഷനിൽ ഒന്നാമത്തെ പേജിൽ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 08/2025 എന്നാണ് നോട്ടിഫിക്കേഷന്റെ പേര്. അതിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ഈ ഡേറ്റുകളുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? നമുക്ക് വേക്കൻസികൾ എത്രയാണ് എന്നുള്ളത് നോക്കണം. സോ വേക്കൻസിയുടെ കാര്യത്തിനകത്ത് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 32,438 വേക്കൻസീസ് ആണ് ഉള്ളത്. എത്രയാണ്? 32,438 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വേക്കൻസീസ് ഏതൊക്കെ സോണിലാണ്, ഏതൊക്കെ പോസ്റ്റിനാണെന്നുള്ളതൊക്കെ നമ്മൾ പോസ്റ്റ് അനാലിസിസിന്റെയും സോൺ അനാലിസിസിന്റെയും ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഇവിടെ അതിനധികം സമയം കണ്ടെത്തുന്നില്ല. 32,438 ഒഴിവുകളാണ് നിലവിൽ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് RRB പുറത്ത് വിട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? RRB ഏത് എക്സാമിനാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിന്റെ എലിജിബിലിറ്റിക്ക് 3 ക്രൈറ്റീരിയ വെക്കും. എന്തൊക്കെയാണത്? 1 പ്രായം, 2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 3 ക്വാളിഫിക്കേഷൻ. പ്രായം, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ക്വാളിഫിക്കേഷൻ. ഇത് 3നെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും RRBയിൽ ഏതൊരു എക്സാമിനും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് RRB നിശ്ചയിക്കുന്നത്. ഇനി ഇതിൽ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഏജിനെ പറ്റി RRBയുടെ നോട്ടിഫിക്കേഷനിൽ സൈറ്റിൽ ലഭ്യമാവുന്ന നോട്ടിഫിക്കേഷനിലെ 10ാമത്തെ പേജിനകത്താണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ് പ്രായം പറഞ്ഞിരിക്കുന്നത്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾ ഈ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യും. 2/1/1989 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാം. OBC NCL കാരാണെന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 2/1/1986 ശേഷം അല്ലെങ്കിൽ ആ ഡേറ്റോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. SC ST ആണെന്നുണ്ടെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അദ്ദേഹം 1/1/2007 അതിന് മുന്നെയോ ജനിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഏജ് റിലാക്സേഷൻ SC ST കാർക്ക് 5, OBC കാർക്ക് 3 വയസ്സുമാണ് വെച്ച 3 വർഷം ഇതാണുള്ളത്. എന്ന് വെച്ചാൽ 36 എന്നുള്ളത് എത്രയായിട്ട് മാറും? 39 ആണ് ആർക്ക് വരുന്നത്? OBC കാർക്ക് വരുന്നത്. SC ST കാർക്ക് എത്രയായിട്ട് അത് മാറും? 41 വയസ്സായിട്ട് മാറും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ 18 വയസ്സ് തൊട്ട് 36 എക്സ്ട്രാ എന്ന് പറയുന്നത് 1 ടൈം ഏജ് റിലാക്സേഷൻ ആണ് ഈ 3 വർഷം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവരുടെ പ്രായപരിധി ഗ്രൂപ്പ് ഡിക്ക് എത്രയാണ് സാധാരണ കൊടുക്കാറ്? 33 വയസ്സാണ് കൊടുക്കാറ്. ഇത് 36 ആക്കി കൂട്ടിയത്
വൺ ടൈം എക്സംഷൻ ആണ് എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 10. ഓക്കെ, ഇനി ഏജിന്റെ കാര്യത്തിൽ അപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തി. പക്ഷെ ഇപ്പോഴും ഇത് ഇത്രയൊക്കെ പറഞ്ഞാലും കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച ആളാണ് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2/1/1989, അതായത് ജനുവരി 2, 1989 ജനിച്ച വ്യക്തിയോ അതിനുശേഷം ജനിച്ച വ്യക്തിയോ ഏത് കാറ്റഗറിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1986 ജനുവരി 2, 1986 അതിനുശേഷം ജനിച്ച വ്യക്തികൾക്കോ OBC കാരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 2/1/1984 ജനുവരി 2, 1984 അതിനുശേഷം ജനിച്ചവർക്കോ SC/ST ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്ന ഈ ഏത് കാറ്റഗറിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അദ്ദേഹം 1/1 ജനുവരി 1, 2007 അതിന് മുന്നെയോ ജനിച്ച വ്യക്തി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഏജിന്റെ കാര്യത്തിൽ. അപ്പൊ ഏജിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി. ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ളതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞത് ഏജ് ആണ്. ഏജ് ആർക്കൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കി. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട് പേജ് നമ്പർ 7 കൊടുത്തിട്ടുള്ളത് നോട്ടിഫിക്കേഷനകത്ത്. ആൻഡ് അതിൽ A2, A3, B1, B2, C1, C2 ഇങ്ങനെ 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആളുകൾക്കാണ് ഇത്തവണ RRB ഗ്രൂപ്പ് ഡിയിലെ പോസ്റ്റുകൾ ഉള്ളത്. ഈ 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് പോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതാത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ക്വാളിഫൈ ആവുന്ന ആളുകൾക്ക് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനും ജോലിക്ക് നേടാനും സാധിക്കും. അല്ലാത്ത പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ മെഡിക്കൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫെയിൽ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇതില് A3 തൊട്ട് താഴത്തോട്ടുള്ള പോസ്റ്റുകൾക്ക് എന്തുണ്ട്, സ്പെക്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. A2 ഉള്ള പോസ്റ്റിന് എന്താണ്, വിത്തൗട്ട് ഗ്ലാസ് മാത്രമേ പറ്റുള്ളൂ. A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾക്ക് വിത്തൗട്ട് ഗ്ലാസ് മാത്രമേ പറ്റുള്ളൂ. A3 തൊട്ട് താഴത്തോട്ടുള്ളതിന് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, അതിനകത്ത് പവറൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ പിന്നിലെ കാരണം ഏതാനും ദിവസം, ഒരു ദിവസം മുന്നെയാണ് റെയിൽവേയിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന മെഡിക്കൽ ക്രൈറ്റീരിയാസിനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് പോയി കാണുക. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആവും. ഇനി ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ ഒന്നുകൂടെ നമ്മുടെ പോസ്റ്റ് അനാലിസിസിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ പോസ്റ്റും ആ പോസ്റ്റിന് എന്തൊക്കെ മെഡിക്കലാണ് വേണ്ടത്, ആ മെഡിക്കൽ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഒരു ഓവർവ്യൂ കിട്ടുന്നതിന് ഈ വീഡിയോ ഒന്ന് പോയി കാണുക. ഓക്കെ, അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ കേസിൽ. അപ്പോൾ ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ളതിനകത്ത് ഏജ് നമ്മൾ മനസ്സിലാക്കി, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്കാണ് വിളിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞ, ക്വാളിഫിക്കേഷൻ. അപ്പോൾ ക്വാളിഫിക്കേഷനകത്ത് ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നുണ്ട് 10th പ്ലസ് ITI ആണോ 10th ഓർ ITI ആണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ്. 10th പാസ് ഓർ ITI ഓർ ഇക്വലന്റ് ഓർ NCVT സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള NSC ഗ്രാൻഡഡ് ബൈ NCVT കയ്യിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 10th ക്ലാസ്സോ ITIയോ മതി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിലെ അനക്സർ A പേജ് നമ്പർ 49 ഈ പറയുന്ന പോസ്റ്റുകളെ പറ്റിയിട്ടും പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടും ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഏതൊക്കെ പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡും എഴുതിയിട്ടുണ്ട്. സോ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചുരുങ്ങിയത് ഉള്ള ആളുകൾക്കാണ് അതാത് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ലൈ ചെയ്ത് എക്സാം പാസ്സായി നിങ്ങൾ ഫിസിക്കലും പാസ്സായതിനു ശേഷം എവിടെ പോകണം, മെഡിക്കലിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. സോ അതുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് റെയിൽവേയുടെ എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ആ സ്റ്റാൻഡേർഡിന് ഉതകുന്ന രീതിയിലുള്ള പോസ്റ്റ് പ്രിഫറൻസുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാടിക്കറി അപ്ലൈ ചെയ്യരുത്. സോ 14 പോസ്റ്റുകളാണ് മൊത്തത്തിൽ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പുറത്തുവിട്ടിട്ടുള്ളത്. 14 പോസ്റ്റുകൾ, 7 പോസ്റ്റുകൾ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അടുത്തതിനായിട്ട് 7 പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ്, 10th പാസ് ഓർ ITI ഓർ ഇക്വലന്റ് ഓർ NAC ഗ്രാൻഡഡ് ബൈ NCVT. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ക്വാളിഫിക്കേഷൻ 10th ക്ലാസ് മിനിമം യോഗ്യതയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ 14 പോസ്റ്റുകളിലേക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. Candidates must already have the educational or technical qualification prescribed in the notification
from recognized institute or university as on the last date, that is 22/2/2025. ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്യുന്നത്. ആ അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കൈവശം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ആ ITIയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ആ സർട്ടിഫിക്കറ്റ് 22/2/2025 മുന്നേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പാസ്സായി എന്നുള്ളത് ആ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാ നോട്ടിഫിക്കേഷനകത്തും RRB പറയുന്ന കാര്യമാണ്. ഗ്രൂപ്പ് ഡിയുടെ കേസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷന്റെ കേസിൽ. എക്സാമിനേഷൻ ഫീനെ പറ്റി പറയുന്നത് 11ാമത്തെ പേജിനകത്താണ്. എക്സാമിനേഷൻ ഫീയുടെ കാര്യത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ജനറൽക്കാർക്ക് EWSകാർക്കൊക്കെ എത്രയാണ് ഫീസ് കൊടുത്തിരിക്കുന്നത്, ജനറൽക്കാർക്കൊക്കെ എത്രയാണ് ഫീസ് കൊടുത്തിരിക്കുന്നത്, 500 രൂപയാണ് ഫീസ്. അതിൽ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽക്കാരുടെ ഫീസ് 500 രൂപയാണ്. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫീ റിലാക്സേഷൻ ഉള്ളത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റി, EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് EBC ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് OBC ഓർ EWS. അപ്പോൾ OBCക്കാർക്കും EWSകാർക്കും എന്തല്ല 250 രൂപയല്ല, എത്ര രൂപ വെച്ച് അടയ്ക്കണം, 500 രൂപ വെച്ച് അടയ്ക്കണം. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 250 അടച്ചാൽ മതി. ഈ പറയുന്ന രണ്ടാമത്തെ ഈ പറഞ്ഞ റോയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് 250 രൂപയും തിരിച്ചു കിട്ടും എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ 250 രൂപയാണ് ഈ പറയുന്ന കാറ്റഗറിക്കാർക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. OBCക്കാർക്ക്, EWSകാർക്കും ജനറൽക്കാർക്കും 500 രൂപയാണ്. എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. സോ അതാണ് എക്സാമിനേഷന്റെ ഫീയുടെ കാര്യത്തിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എക്സാമിനേഷന്റെ സ്റ്റേജിനെ പറ്റിയിട്ട് പറയുന്നത് പേജ് നമ്പർ 22-നകത്താണ് എക്സാമിനേഷന്റെ സ്റ്റേജസിനെ പറ്റി പറയുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് 4 സ്റ്റേജുകളിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും പാസ്സാവുന്ന ആളുകളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇതിലെ മാർക്കാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനകത്തുള്ള മാർക്കാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ PET അഥവാ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിഫയിങ് ഇൻ നേച്ചർ മാത്രമാണ്. അതിൽ പറയുന്ന എന്ത് ചെയ്യുക, ടെസ്റ്റ് നിങ്ങൾ പാസ് ആയാലും മതി. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോണേ. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ വേക്കൻസിയുടെ 3 മടങ്ങ് ആൾക്കാർ, ഇപ്പൊ വേക്കൻസി V ആണെന്നുണ്ടെങ്കിൽ V×3 അത്ര ആളുകളെ എങ്ങോട്ട് കൊണ്ടുവരും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് കൊണ്ടുവരും. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നിന്നും വേക്കൻസിയുടെ അത്ര തന്നെ ആളുകളെ പാസ്സാക്കും. എങ്ങോട്ട്, DVക്ക് വേണ്ടി. DVക്ക് ശേഷമായിരിക്കും മെഡിക്കൽ ഫെയിൽ ആവുന്നതനുസരിച്ച് ലിസ്റ്റിൽ താഴെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മുകളിലേക്ക് വിളിക്കുന്നതായിരിക്കും. സോ ആ രീതിയിലാണ് എൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ 4 സ്റ്റേജുകളാണ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, DV ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 25 മാർക്കിന്റെ സയൻസ്, 25 മാർക്കിന്റെ മാത്സ്, 30 മാർക്കിന്റെ റീസണിങ്, 20 മാർക്കിന്റെ ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും. അങ്ങനെ 100 ചോദ്യം ഉണ്ടായിരിക്കും. 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യത്തിന്റെ ടെസ്റ്റ് ആയിരിക്കും CBT എന്ന് പറയുന്നത്. The section wise distribution given in the above table is only indicative. അപ്പോൾ ജനറൽ അവയർനെസ്സിന് 20 മാർക്ക് എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് ജനറൽ അവയർനെസ്സിന് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതൽ വരാം. അതാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഇൻഡിക്കേറ്റീവ് ആൻഡ് ദർ മേ ബി സം വേരിയേഷൻ ഇൻ ദ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ. അത് RRB നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് GK എന്ന് കൂടുതൽ ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ റീസണിംഗ് നിന്ന് കുറച്ച് ചോദ്യമാണ് വന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്, 1/3 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അവർ ഡിഡക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനകത്ത് 1.5 മണിക്കൂറിന്റെ പരീക്ഷ ആയിരിക്കും. 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക, 100 മാർക്കാണ് ഉണ്ടായിരിക്കുക. ഒരു ചോദ്യം തെറ്റിയാൽ 1/3 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എക്സാമിനേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് പറഞ്ഞത്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതിനെപ്പറ്റി 23ാമത്തെ പേജിനകത്താണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. CBTയുടെ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി
PETക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത് എത്ര ടൈംസ് ആണ്? 3 times ദ കമ്മ്യൂണിറ്റി വൈസ് ടോട്ടൽ വാക്കൻസി. അത്ര ആളുകളായിരിക്കും എന്ത് ചെയ്യുക? PETക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കുക, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നുണ്ടായിരിക്കുക. അത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആയിരിക്കും. മെയിൽ കാൻഡിഡേറ്റ്സ് ഈ ടെസ്റ്റ് എലിജിബിൾ ആവുന്ന എപ്പോഴാണ്? 35 കിലോ ഭാരം എന്ത് ചെയ്യണം? 100 മീറ്റർ 35 കിലോ ഭാരം ചുമന്നുകൊണ്ട് പോകണം. എത്ര സമയം കൊണ്ട്? 2 മിനിറ്റ് കൊണ്ട്. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. 35 കിലോ ഭാരം ചുമന്നുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് താഴെ വെക്കാതെ ഒറ്റ ചാൻസേ കിട്ടുള്ളൂ. ആ ഒറ്റ ചാൻസിലെ നിങ്ങൾക്ക് ഓടി എത്താൻ പറ്റും, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ വെയിറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് നിങ്ങൾ കഴിഞ്ഞു PETയിലെ. രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? ദേ ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1000 മീറ്റർ. 1 കിലോമീറ്റർ ഓടണം. എത്ര സമയം കൊണ്ട്? 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട്. ഒറ്റ ചാൻസേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ടെസ്റ്റും പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? PET പാസ്സായി എന്നർത്ഥം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 35 കിലോന് പകരം 20 കിലോ ആണ്. സമയം എത്ര തന്നെയാണ്? 2 മിനിറ്റ് തന്നെയാണ്. ദൂരം എത്ര തന്നെയാണ്? 100 മീറ്റർ തന്നെയാണ്. എവിടെയാണെന്നുണ്ടെങ്കിലോ ദൂരം 1 കിലോമീറ്റർ തന്നെയാണ്. സമയം എത്രയാണ്? 5 മിനിറ്റ് 40 സെക്കൻഡ് ആണ്. ഇവിടെ 4 മിനിറ്റ് 15 സെക്കൻഡ് എന്നുള്ളത് അവിടെ 5 മിനിറ്റ് 40 സെക്കൻഡ് ആയി. സോ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. മെയിൽസിന് ഒരു ടെസ്റ്റ് ആണ്, ഫീമെയിൽസിന് വേറെ ടെസ്റ്റ് ആണ്. ഈ 2 ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സാവണം. ഒറ്റ ചാൻസേ കിട്ടുള്ളൂ. ഒറ്റ ചാൻസിൽ പാസ്സായാൽ മാത്രമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ക്വാളിഫൈങ് ഇൻ നേച്ചർ ഓൺലി. ഇതിനകത്തുനിന്ന് നിങ്ങൾ ഈ 4 മിനിറ്റ് 15 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾ 4 മിനിറ്റ് കൊണ്ട് ഓടിയാലോ 3.5 മിനിറ്റ് കൊണ്ട് ഓടിയാലോ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടിയാലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്ക് കൂടുതലോ കുറവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ടെസ്റ്റ് കടന്നു പോയാൽ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത സ്റ്റേജ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ CBT subject to their qualifying in PET. അപ്പോൾ CBT കടന്നു, PET കടന്നു. The number of candidates to be called for document verification will be equal to the number of notified vacancy. എത്രയാണോ വാക്കൻസി ഉള്ളത് ആ വാക്കൻസിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും അങ്ങോട്ട് എടുക്കുന്നുണ്ടാവുക, DVക്ക് എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ PET കഴിഞ്ഞാൽ PETയിൽ 3 ഇരട്ടി ആളുകളാണ് എടുത്തത്. ഇവിടെ നിന്ന് കറക്റ്റ് വാക്കൻസി എത്രയാണോ ആ വാക്കൻസിക്ക് അത്ര തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് DVക്ക് വേണ്ടി വിളിക്കും. DV കഴിഞ്ഞാൽ അവർ അത്ര തന്നെ ആൾക്കാരെ എങ്ങോട്ട് വിടും? മെഡിക്കലിന് വിടും. ഈ DVയിൽ ചിലപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്യും? പുറത്ത് പോകും. വിചാരിച്ച ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല, പേരിനകത്ത് മാറ്റം വന്നു, അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? DVയിൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ലിസ്റ്റിനകത്ത് താഴെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? വീണ്ടും DVക്ക് വിളിക്കും. അങ്ങനെ കഴിഞ്ഞാൽ അവരെ എങ്ങോട്ട് വിടും? മെഡിക്കലിന് വിടും. മെഡിക്കൽ കുറച്ച് പേര് ഫെയിൽ ആവും. അപ്പോൾ അതിനകത്ത് താഴെയുള്ള ആൾക്കാർ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും മെഡിക്കലിന് വിളിക്കും. അങ്ങനെയാണ് ആ ലിസ്റ്റ് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഈ 4 സ്റ്റേജുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. DVനെ പറ്റി പറയുന്ന പേജ് 24 ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി എക്സാമിന്റെ സിലബസ് എന്താണുള്ളത്? കഴിഞ്ഞ വട്ടത്തെ 2019 നോട്ടിഫിക്കേഷനിൽ ഇട്ടിട്ടുള്ള സെയിം സിലബസ് തന്നെയാണ്. സിലബസിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും RRB ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടില്ല. 4 വിഷയങ്ങളുണ്ടെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. മാത്സ്, ഇന്റലിജൻസ് ആൻഡ് സയൻസ് ആൻഡ് അവയർനെസ്, ജനറൽ അവയർനെസ്, ഇങ്ങനെ 4 വിഷയങ്ങളാണുള്ളത്. ഈ 4 വിഷയങ്ങളുടെയും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിലബസുകൾ ഓരോ സബ്ജക്റ്റിന്റെയും എങ്ങനെയായിരിക്കണം, അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ ആയിരിക്കും വരിക തുടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരിക്കും. എക്സാമിന്റെ സിലബസ് ഇത്രയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽ അനാലിസിസ്, സബ്ജക്ട് വൈസ് ഓറിയന്റേഷൻ നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഈ പോസ്റ്റ്, സോൺ, ഹൗ ടു അപ്ലൈ ചെയ്തതിന് ശേഷമാണല്ലോ പഠിക്കാനിരിക്കുന്നത്. സോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കി വെക്കുക. സിലബസിനകത്ത് മാത്സ്, ഇന്റലിജൻസ്, റീസണിങ്, സയൻസ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഈ 4 വിഷയങ്ങളാണുള്ളത്. പേജ് നമ്പർ 22 സിലബസിനെ പറ്റി പറയുന്നത്. സോ ഇനി അപ്പോൾ നമ്മൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ട് എന്ന് പറയുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് അനാലിസിസിന്റെയും സോൺ അനാലിസിസിന്റെയും വീഡിയോ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഹൗ ടു എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം സ്റ്റഡി പ്ലാനിന് എന്ത് ചെയ്യും? സബ്ജക്ട് ഓറിയന്റേഷൻസുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അത്യാവശ്യം ഡീറ്റെയിലിങ്ങിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. എന്നാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം 70ഓളം പേജുള്ള ഒരു വലിയ ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്, പോസ്റ്റിന്റെ ജോബ് നേച്ചർ, ഏതൊക്കെ സോണിലാണ് വേക്കൻസി ഉള്ളത്, എവിടെ വേണം അപ്ലൈ ചെയ്യാനിരിക്കുന്ന സമയത്ത് കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനിരിക്കുന്ന സമയത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ പുറകെ തന്നെ മറ്റു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. നമ്മുടെ കയ്യിൽ
ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഓൾറെഡി ഒരു സക്സസ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സക്സസ് ബാച്ച് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സക്സസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പുറത്ത് വന്ന് ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാം. ഇനി ഇതല്ല NTPCയുടെ കൂടെയാണ് നിങ്ങൾ ഗ്രൂപ്പ് ഡി പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ, അതായത് പല കുട്ടികൾ NTPC ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്നവരായിരിക്കും. സോ NTPCയുടെ കൂടെ ഗ്രൂപ്പ് ഡി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC പ്ലസ് ഗ്രൂപ്പ് ഡി ബണ്ടിൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ NTPCയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. NTPCയുടെ എക്സാം ആയിരിക്കും ആദ്യം നടക്കാൻ സാധ്യതയുള്ളത്. സോ NTPC ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമേ ഞാൻ ഗ്രൂപ്പ് ഡിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഈ ബണ്ടിൽ കോഴ്സ് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ പർച്ചേസ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.